സ്മാർട്ട് കോർണറിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കേരള ചരിത്രം പ്രാചീനം മധ്യകാലീനം എന്ന വിഷയത്തിലെ ഒന്നാമത്തെ ബ്ലോക്കായിട്ടുള്ള കേരള ചരിത്ര രചനയുടെ ഉപാധനകൾ എന്ന ബ്ലോക്കിനകത്തെ ഒന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള ചരിത്ര രചനയുടെ ഉപാധനകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ബ്ലോക്കിനകത്ത് മുഴുവനായിട്ടും. അതിൽ ഒന്നാമത്തെ പാഠഭാഗമാണ്, ഒന്നാമത്തെ യൂണിറ്റാണ് സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളാണ്. പ്രാചീനം മധ്യകാലീനം കാലഘട്ടത്തിലുള്ള ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളുടെയും സഹായത്തോടെയാണ് ഈ ചരിത്രം നിർമ്മിക്കുന്നത്. അവയെയാണ് ഉപാധനകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് ആ പഴയ കാലഘട്ടത്തിൻ്റെ ചരിത്രമൊന്നും അവൈലബിൾ അല്ല. നമ്മുടെ ചരിത്രകാരന്മാരെന്ത് ചെയ്യുന്നു, അവർ പല കാര്യങ്ങളും എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ചരിത്രം നിർമ്മിക്കുന്നത്. അങ്ങനെ നമ്മൾ ചരിത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഉപാധനകൾ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മളുടെ പുരാവസ്തു നമ്മൾ കുഴിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ പുരാവസ്തുക്കളായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, അത് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഗുഹകൾ, കോട്ടകൾ, അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൃതികളുണ്ടല്ലോ, ആ കൃതികളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൃതികളിൽ അതത് കാലഘട്ടത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടായിരിക്കും. അതിൽ നിന്നെല്ലാം എടുത്ത് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന വസ്തുതകളെ എല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ഒരു ചരിത്രം, നമ്മൾ പഴയ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ നിർമ്മിക്കുന്നത്. അങ്ങനെ ചരിത്രം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഉപാധനകൾ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഉപാധനകളാണ് നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ പാഠഭാഗം നമ്മൾ പറഞ്ഞു സംസ്കൃത തമിഴ് മണിപ്രവാള കൃതികളാണ്. കേരള ചരിത്ര പഠനത്തിൻ്റെ ഉപാധന സാമഗ്രികളെ നമുക്ക് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ലിഖിതങ്ങൾ, മറ്റൊന്ന് പുരാവസ്തു, ഐതിഹ്യം. ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ചരിത്രം നിർമ്മിക്കുന്നത്. ലിഖിതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിഖിതങ്ങൾ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ. ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടവ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ എഴുതപ്പെട്ട വസ്തുക്കളിൽ നിന്നും ചരിത്രം നിർമ്മിക്കുന്നതിനെയാണ് നമ്മുടെ ഈ ഒരു ഉപാധനയായിട്ട് പറയുന്നത്, ലിഖിതങ്ങൾ കേട്ടോ. ആ ലിഖിതങ്ങൾ തന്നെ പല രീതിയിലുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സംസ്കൃതം, മലയാളം, തമിഴ് സാഹിത്യം എന്നിവയിലെ ചരിത്രമൂല്യമുള്ള കൃതികളായിട്ടാണ് ഒന്നാമത്തെ ലിഖിതമായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് വിദേശ സഞ്ചാരികൾ, അവരുടെ യാത്രാക്കുറിപ്പുകൾ. നമുക്കറിയാം അല്ലേ, വാസ്കോഡഗാമ മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് വിദേശ സഞ്ചാരികൾ വന്നിട്ടുണ്ട്. ആ സഞ്ചാരികളിൽ പലരും അവരുടെ യാത്രാക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അവയെല്ലാം കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ മണ്ണ്, കൃഷി, ആളുകൾ, ഇവയെക്കുറിച്ച് എല്ലാം അവർ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ചരിത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപാധനയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ശാസനകൾ, ചെപ്പോടുകൾ, ഗ്രന്ഥങ്ങളൊക്കെയാണ് മറ്റു ലിഖിതങ്ങളായിട്ടുള്ള ഉപാധനകൾ. അതായത് നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് എന്തായിട്ടുണ്ട്, ചെപ്പേടുകൾ, ഗ്രന്ഥങ്ങൾ, താളിയോലകൾ, ഇതെല്ലാം നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിഖിതങ്ങളായിട്ടുള്ള ഉപാധനകളിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പുരാവസ്തുക്കൾ നോക്കാം. വരുന്നത് നമുക്കറിയാം, ശവക്കല്ലറുകൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ, കൊട്ടാരം, ഇങ്ങനെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പുരാവസ്തുക്കൾ ഉൾപ്പെടുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഐതിഹ്യം. ഐതിഹ്യത്തെ നമ്മൾ സയന്റിഫിക്കലി എപ്പോഴും ഉപാധനയായിട്ട് സ്വീകരിക്കാറില്ല. എന്നിരുന്നാലും നമ്മുടെ പലപ്പോഴും ചരിത്രത്തിന്റെ ഇത്തരം വസ്തുക്കൾ, ചരിത്ര നിർമ്മാണത്തിന് ആവശ്യമായ തെളിവുകളുടെ അഭാവത്തിൽ ഐതിഹ്യങ്ങളും പലപ്പോഴായിട്ട് നമ്മൾ ചരിത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. 3 ഉപാധനയുടെ സാമഗ്രികളാണ് നമുക്കുള്ളത് കേട്ടോ. അതിൽ ലിഖിതങ്ങളിൽ പെടുന്നവയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ പാഠഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് സംസ്കൃതം തമിഴ് മണിപ്രവാള കൃതികളാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് അല്ലേ. അതായത് ആ ഒരു പ്രാചീന മധ്യകാലീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് റിസർച്ചിലൂടെ എല്ലാം ലഭിച്ചിട്ടുള്ള ചരിത്ര കൃതികളുണ്ട്. സംസ്കൃതം, തമിഴ്, മണിപ്രവാള രീതിയിലുള്ള കൃതികളുണ്ട്. അത്തരം കൃതികളിൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ചരിത്ര മൂല്യമുള്ള കൃതികളുണ്ട്. ആ കൃതികളെ നമ്മൾ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഉപാധനയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കൃതികളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ മുഴുവനായിട്ടും പറയുന്നത് കേട്ടോ. ചരിത്രരേഖകളുടെ അപര്യാപ്തതയും അതുപോലെ തന്നെ ഐതിഹ്യ കഥകളുടെ നിഷ്ഫലതയും പ്രാചീന മധ്യകാലീന കേരള ചരിത്രത്തിന്റെ പുനർനിർമ്മിതിയിൽ വിവിധ രീതികളിലുള്ള സാമഗ്രികളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള
സാമഗ്രികളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതിൽ നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് കേട്ടാൽ അറിയും, മണിപ്രവാള കൃതികൾ അല്ലേ. എന്താണ് നമുക്ക് മണിപ്രവാള കൃതികൾ എന്ന് ആദ്യം നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ ഓരോ കൃതികളെ കുറിച്ച് പറയും. പഴയ കാലഘട്ടത്തിലുള്ള ഒരുപാട് കൃതികൾ ഇനി നമുക്ക് ഓരോ പേര് സഹിതം ആ കൃതികളിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ കൃതികളെല്ലാം മണിപ്രവാള രീതിയിൽ എഴുതിയതാണ്. അപ്പൊ എന്താണ് മണിപ്രവാള കൃതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കാം. എങ്കിലാണ് നമുക്ക് ഈ ഒരു പാഠഭാഗം പഠിക്കുന്ന സമയത്ത് ആ ഓരോ കൃതികളും എളുപ്പത്തിൽ പഠിക്കാനാവുകയുള്ളൂ. മണിപ്രവാള കൃതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 13-ാം നൂറ്റാണ്ടിൽ പാട്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കാവ്യരൂപം ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് മണിപ്രവാളം എന്ന് പറയുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സംസ്കൃതവും മലയാളവും എല്ലാം എന്താണ് പരസ്പരം വേറിട്ടറിയാൻ സാധിക്കാത്ത രീതിയിൽ ആ രണ്ട് ഭാഷകളും കൂട്ടിച്ചേർത്ത് കൂട്ടിക്കലർത്തി എഴുത്തുകൾ എഴുതുന്ന അല്ലെങ്കിൽ കാവ്യങ്ങൾ എഴുതുന്ന ഒരു രീതിയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ മണി എന്നാൽ മണിപ്രവാളത്തിലെ മണി എന്നാൽ മാണിക്യം എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ പ്രവാളം എന്ന് പറഞ്ഞാൽ പവിഴം എന്നാണ് അർത്ഥം വരുന്നത്. ഈ പവിഴമായാലും മാണിക്യമായാലും രണ്ടും റെഡ് നിറത്തിലുള്ള രത്നമാണല്ലോ അല്ലെ. ഈ രണ്ട് രത്നങ്ങളും കണ്ടാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അവ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരേപോലെ സാമ്യമായിട്ട് നിൽക്കുന്ന രണ്ട് രത്നങ്ങളാണ് ഇവ. ഈ രണ്ട് രത്നങ്ങൾ നമ്മൾ ഒരു മാലയിൽ കോർക്കുക. പവിഴവും അതുപോലെ മാണിക്യവും ഇട്ട് നമ്മൾ ഒരു മാലയിൽ കോർത്താൽ ഏതാണ് പവിഴമെന്നും ഏതാണ് മാണിക്യമെന്നും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അത്രയും അതിനകത്ത് അഗ്രഗണ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് മാണിക്യമാണ് ഇത് പവിഴമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ നമ്മൾ എഴുതുന്ന രീതിയാണ് മണിപ്രവാള കൃതികൾ എന്ന് പറയുന്നത്. അതായത് സംസ്കൃതവും മലയാളവും നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഏതാണ് സംസ്കൃതം ഏതാണ് മലയാളം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ രണ്ടും കോർത്തിണങ്ങിക്കൊണ്ട് എഴുതുന്ന പുതിയൊരു കാവ്യരൂപം അന്ന് ആവിർഭവിച്ചിട്ടുണ്ട്. ആ കാവ്യരൂപത്തെയാണ് മണിപ്രവാള കൃതികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്ന ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളെല്ലാം തന്നെ മണിപ്രവാള രീതിയിൽ എഴുതിയിട്ടുള്ള കൃതികളാണ് കേട്ടോ. നമുക്ക് സംസ്കൃത കൃതികൾ പഠിക്കാനുണ്ട്, തമിഴ് കൃതികൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മലയാളം എല്ലാം നമ്മൾ ഇനി ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. പാഠഭാഗം ആരംഭിക്കുന്നത് മുൻപായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ കൃതികളും 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെല്ലാം പരത്തിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെയല്ല നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഓരോന്നും 1 by 1 ആയിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ക്ലാസ് നമ്മൾ ഇതിലുള്ള നോട്ട്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിൽ തന്നിട്ടുള്ള ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന മുഴുവൻ കൃതികളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചരിത്ര മൂല്യമുള്ള അല്ലെങ്കിൽ ചരിത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള കൃതികളെ സംസ്കൃത കൃതികൾ ഏതാണ്, മണിപ്രവാള രീതിയിലുള്ള സംസ്കൃത കൃതികൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചരിത്ര മൂല്യമുള്ള ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു കൃതിയാണ് ഐതിരേയ ആരണ്യകം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ സംസ്കൃത കൃതി എന്നൊരു ഐഡന്റിറ്റി കൂടി ഈ ഐതിരേയ ആരണ്യകത്തിനുണ്ട് കേട്ടോ. ഈ ഐതിരേയ ആരണ്യകത്തിലെ ഈ ഒരു കൃതിയിൽ ചേര എന്നൊരു വാക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചേര എന്ന വാക്ക് കേരളത്തെയാണ് ചേര എന്ന് ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പ്രാചീന കാലഘട്ടത്തിലുള്ള ഐതിരേയ ആരണ്യകത്തിൽ ചേര എന്ന നമ്മുടെ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എന്താണ് കേരള ചരിത്രം നിർമ്മിക്കാൻ ഈ ഐതിരേയ ആരണ്യകത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതകളെല്ലാം എടുത്തിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പഴയ ചരിത്രം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാമായണത്തിലെ കിഷ്കിന്ധകാണ്ഡത്തിലും മഹാഭാരതത്തിലും കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ദിഗ്വിജയാനന്തരം സഹദേവൻ എത്തിച്ചേർന്ന സ്ഥലങ്ങളിൽ കേരളവും ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഐതിരേയ ആരണ്യകം. പിന്നെ അതുപോലെ ഈ ഒരു കവിതയിൽ ദ്രാവിഡർ എന്ന് പൊതുവായി ഉപയോഗിക്കുന്നതിന് പകരം പാണ്ഡ്യൻ, ചോളൻ, കേരളൻ എന്നിങ്ങനെയാണ് വേർതിരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളം എന്നുള്ള ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പ്രദേശങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു, അത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമായിരുന്നു. സൗത്ത് ഇന്ത്യൻസിനെ മുഴുവനായിട്ടും ദ്രാവിഡർ എന്ന പേരിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാമായിരുന്നു. അതിന് പകരം ഓരോരുത്തരെയും വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്, പാണ്ഡ്യനെന്നും ചോളനെന്നും കേരളനെന്നും. അപ്പൊ കേരളൻ എന്ന് പറയുന്നത് ഈ കേരള ഭൂപ്രദേശത്തുള്ള ആളുകളെയാണ്. അത്രയും നമ്മുടെ കേരളത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് ആ ഒരു കവിതയിൽ കൊടുത്തിട്ടുണ്ട്. കാദ്യായനും പതഞ്ജലിക്കും കേരളത്തെക്കുറിച്ച് അറിയാമായിരുന്നു. നമ്മുടെ പഴയ പുരാണ ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്ന ആളുകളാണല്ലോ കാദ്യായനും പതഞ്ജലിയും ഒക്കെ, എല്ലാവർക്കും അറിയുന്ന ആളുകളാണല്ലോ ഇവര്. ഇവർക്കെല്ലാം തന്നെ കേരളത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നെല്ലാം നമുക്ക് കൃതികളിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കേരളത്തെക്കുറിച്ച് നമ്മുടെ പെരിയാർ എന്ന നദിയെക്കുറിച്ച്, നമ്മുടെ പെരിയാറിലെ മുത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെരിയാർ എന്നല്ല അവിടെ
സൂചിപ്പിച്ചിട്ടുള്ളത്. പകരം ചൂർണിയാർ എന്ന പേരിലാണ് ഈ ഒരു അർത്ഥശാസ്ത്രത്തിലെ, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ ചൂർണിയാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പെരിയാറിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വായു, മത്സ്യ, പത്മ, സ്കന്ദ, മാർക്കണ്ഡേയ പുരാണങ്ങളിലും കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പുരാണ കൃതികളിലെല്ലാം തന്നെ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അശോകന്റെ ശാസനത്തിൽ കേരളപുത്ര എന്ന പരാമർശം കൂടി നമുക്ക് കാണാം. അപ്പൊ ഇത്തരം കൃതികളിലെല്ലാം തന്നെ കേരളത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ കൃതികളിൽ കേരളത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ചരിത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എഴുത്തുകാരനാണ് കാളിദാസൻ എന്ന് പറയുന്നത് അല്ലെ. ഈ കാളിദാസന്റെ രഘുവംശത്തിലെ കുരുമുളകിന്റെയും ഏലത്തിന്റെയും സുഗന്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗങ്ങളിൽ കേരളത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കാം. ഈ കുരുമുളകും ഏലമൊക്കെ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വന്തം വിഭവങ്ങളാണ് അല്ലേ. അപ്പൊ അതിലൂടെ എന്താണ് നമ്മളുടെ ഭൂപ്രദേശത്തെയും നമ്മുടെ പ്രകൃതിയെക്കുറിച്ചെല്ലാം കാളിദാസൻ തന്റെ കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാളിദാസനെ പോലെയുള്ള എഴുത്തുകാർക്ക് പോലും എന്താണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് അന്നേ അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുരിച്ചി നദിയിലൂടെ കടന്നു വരുന്ന കാറ്റ് സൈനികരുടെ പടച്ചട്ടകളെ കൈതപ്പൂ ഗന്ധത്താൽ മുക്കിയതായും കാളിദാസൻ അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൈതപ്പൂവിനെയും നമ്മുടെ നമ്മുടെ കാറ്റിനെയും നമ്മുടെ നദികളെ കുറിച്ചും എല്ലാം കേരളത്തിന്റെ ഈ വിഭവങ്ങളെ കുറിച്ചും എല്ലാം തന്നെ കാളിദാസൻ തന്റെ കൃതികളിൽ എഴുതിയിട്ടുണ്ട്. കാളിദാസന്റെ ഈ മനോഹരമായിട്ടുള്ള കേരള വർണ്ണന AD 4-ാം ശതകത്തോടു കൂടി എന്ത് ചെയ്യുന്നത്, ഈ ഉത്തരേന്ത്യയിലുള്ള കവികൾക്കും നമ്മുടെ കേരളത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ കാളിദാസൻ തന്റെ കൃതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, നമ്മൾ പലപ്പോഴും ചരിത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും ഭൂവിഭവങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയെല്ലാം ഒരു ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കൃത കൃതികളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി നമ്മൾ സംസ്കൃത നാടകങ്ങളാണ് നമ്മുടെ ചരിത്ര നിർമ്മാണത്തിന്റെ ഉപാധിയായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള 2 സംസ്കൃത നാടകങ്ങളുണ്ട്. ആ നാടകങ്ങളെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ നാടകം തപ്തി സംവരണം, രണ്ടാമത്തത് സുഭദ്ര ധനഞ്ജയമാണ്. ഈ പേരുകളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഞാൻ അതിൽ പറയുന്ന മുഴുവൻ പോയിന്റ്സും ഇത്തരം പേരുകളും ആ ഓരോ ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ കൃതിയിലും എന്താണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്നുള്ളതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ 2 സംസ്കൃത നാടകങ്ങളാണ് പറയുന്നത് അല്ലെ. ഒന്ന് തപ്തി സംവരണം, മറ്റൊന്ന് സുഭദ്ര ധനഞ്ജയമാണ്. പുരാണ ഇതിഹാസ കഥകളെ കേന്ദ്ര കഥാപാത്രമാക്കി എഴുതപ്പെട്ടവയാണ് ഈ 2 നാടകങ്ങളെ എങ്കിലും മഹാദേവപുരത്തിന്റെ വർണ്ണനയടക്കം അക്കാലത്തെ കേരളത്തിന്റെ സ്ഥിതിയെക്കുറിച്ചെല്ലാം വിവരങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് അല്ലേ, ഈ മഹാദേവപുരത്തെ കുറിച്ചുള്ള വർണ്ണന അവിടെ കൊടുക്കുന്നുണ്ടെന്നാണ് ഈ നാടകത്തിലുള്ളത്. ഈ നാടകം 2ഉം പുരാണ കഥകളാണ് എന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ മഹാദേവപുരത്തെക്കുറിച്ച്, മഹാദേവപുരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വരും പാഠഭാഗങ്ങളിലെല്ലാം മഹാദേവപുരത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. മഹാദേവപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് ഈ രാജഭരണവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രശസ്തമായിട്ടുള്ള രാജഭരണമാണ് ചേര രാജവംശം എന്ന് പറയുന്നത്. അവരൊരുപാട് വർഷം നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള 2ാം ചേരവംശം എന്ന് പറയുന്ന ഒരു രാജഭരണം കൂടി നമുക്കിടയിൽ ഉണ്ടായിരുന്നു. കുലശേഖരന്മാരുടെ കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആ ഒരു 2ാം ചേര രാജവംശത്തേക്ക് പറയുന്നത്. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് അടുത്ത പാഠഭാഗങ്ങളിൽ പഠിക്കാനുണ്ട്. എങ്കിലും നമുക്ക് ഇവിടെ എന്താണ് മഹാദേവപുരം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഈ 2ാം ചേരവംശത്തിന്റെ അവരുടെ തലസ്ഥാനമൊക്കെ ആയിരുന്നു മഹാദേവപുരം എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 നാടകങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചരിത്ര രചനയുടെ അല്ലെങ്കിൽ ചരിത്ര നിർമ്മാണത്തിന്റെ ഉപാധിയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. തപ്തി സംവരണവും സുഭദ്ര ധനഞ്ജയും ഇങ്ങനെ 2 സംസ്കൃത നാടകങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ തൃശൂർ തെക്കേമഠത്തിലെ ഒരു താളിയോല ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദന്റെ ജീവിതത്തെ പറ്റി വിശദമായി പരാമർശിക്കുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള അമ്പലങ്ങളിലെല്ലാം ഒരുപാട് താളിയോലകളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചരിത്ര രചനയുടെ ഉപാധിയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു തൃശ്ശൂരിലെ തെക്കേ മഠത്തിലെ ഈ താളിയോലയിൽ നിന്ന് ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശങ്കരാചാര്യരെല്ലാം നമ്മുടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. അടുത്തത് പത്മപാദന്റെ സമകാലീനായ മഹാദേവപുരം ഭരിച്ചിരുന്ന കുലശേഖരനെ പറ്റിയും പരാമർശിക്കുന്നു. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദൻ എന്ത് ചെയ്യുന്നു, മഹാദേവപുരം ഭരിച്ചിരുന്ന കുലശേഖരനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2ാം ചേര സാമ്രാജ്യത്തിലെ കുലശേഖരന്മാരെന്നാണ് ആ ഒരു രാജവംശത്തെ തന്നെ പറയുന്നുണ്ട്. അതിലൊരു രാജാവായിട്ടുള്ള കുലശേഖരനെ പറ്റി ഈ ഒരു താളിയോലകളിൽ പറയുന്നുണ്ട്. ഈ താളിയോലയിലെ ഈ പറയുന്ന മഹാദേവപുരം ഭരിച്ചിരുന്ന കുലശേഖരൻ എന്താണ്, പത്മപാദന്റെ സമകാലികനായിരുന്നു. ഈ പത്മപാദൻ എന്താണ്, ശങ്കരാചാര്യരുടെ ശിഷ്യനായിരുന്നു. ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് എന്ത് നമ്മുടെ ചരിത്രം നിർമ്മിക്കുന്നത് കേട്ടോ.
ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിൽ രാജശേഖര ചക്രവർത്തിയെ പറ്റിയും സൂചനയുണ്ട്. ഈ ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ള അദ്ദേഹം, പക്ഷേ ആ ജീവിച്ച കാലഘട്ടത്തിൽ ഒരുപാട് കൃതികൾ, പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളാണ് ശങ്കരാചാര്യൻ. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ എന്താണ്, ശിവാനന്ദ ലഹരി എന്ന കൃതിയിൽ രാജശേഖര ചക്രവർത്തി, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു രാജശേഖര ചക്രവർത്തി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുലശേഖര ആഴ്വാരും രാജശേഖരവർമ്മയും ശങ്കരാചാര്യരുടെ സമകാലികരായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അതായത് എന്താണ് പറയുന്നത്, ശങ്കരാചാര്യർ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണ്, കുലശേഖര ആഴ്വാരും രാജശേഖരവർമ്മയെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ആ ഒരു കൃതിയിലൂടെ, ശങ്കരാചാര്യരുടെ കൃതിയിലൂടെ എന്താണ്, നമ്മുടെ ചേര രാജവംശത്തെ പറ്റിയും അന്നത്തെ നാടിനെ കുറിച്ചും അന്നത്തെ എങ്ങനെയാണ് രാജഭരണം, എങ്ങനെയായിരുന്നു, രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നുള്ള ആ ഒരു ചരിത്രം എന്താണ് നമുക്ക് ഈ ഒരു ശങ്കരാചാര്യരുടെ കൃതിയിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു ഡീറ്റെയിൽ കൂടി, ഈ ഒരു കൃതിയിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽ കൂടി എന്താണ്, ഈ ചേര സാമ്രാജ്യത്തെക്കുറിച്ച്, ആ ചേര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നിർമ്മിക്കുന്നതിന് നമ്മൾ ഉപാധിയായിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്ന മറ്റൊരു കൃതിയാണ് ശങ്കരനാരായണീയം എന്ന് പറയുന്നത്. ഈ ശങ്കരനാരായണീയം എന്ന കൃതി സ്ഥാണുരവിയുടെ സദസ്യനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ശങ്കരനാരായണൻ AD 865 രചിച്ചതാണ്. അതായത് ഇവിടെ പറയുന്നത് എന്നാൽ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് AD 869 ഇത് രചിച്ചിട്ടുള്ളത്. ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആള് സ്ഥാണുരവി എന്ന് പറഞ്ഞാൽ ചേര സാമ്രാജ്യത്തിലെ ഒരു രാജാവാണ്. ഈ രാജാവിൻ്റെ സദസ്യനായിട്ടുള്ള ആളാണ് ഈ ശങ്കരനാരായണൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ശങ്കരനാരായണൻ കേട്ടോ. അപ്പോൾ ഈ ശങ്കരനാരായണീയം എന്ന ശങ്കരനാരായണന്റെ കൃതിയിൽ കൊടുത്തിട്ടുള്ളത് സ്ഥാണുരവിയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അതായത് സ്ഥാണുരവി എന്ന രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ രാജഭരണത്തെക്കുറിച്ചും അവിടുത്തെ രാജസദസ്സിനെ കുറിച്ചും അവിടുത്തെ രാജാവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും ആ ഒരു നാട്ടിലെ കഥകളെക്കുറിച്ചും അല്ലെങ്കിൽ ആ നാടിൻ്റെ വിവരണങ്ങളാണ് ഈ ശങ്കരനാരായണീയം എന്ന കൃതിയിലുള്ളത്. അപ്പോൾ ഈ ശങ്കരനാരായണീയം എന്ന കൃതി നമുക്ക് കിട്ടിയ സമയത്ത്, നമ്മുടെ ചരിത്രകാരന്മാർക്ക് കിട്ടിയ സമയത്ത്, നമുക്ക് കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന രാജാവായ സ്ഥാണുരവിയുടെ വിവരണങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ചേര രാജവംശത്തിലെ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിന്റെ ചരിത്രം കൂടി നമുക്ക് ലഭിക്കുകയാണ്. സ്ഥാണു രവിവർമ്മൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അദ്ദേഹം മഹാദേവപുരമായിരുന്നു. നേരത്തെ നമ്മൾ മഹാദേവപുരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മഹാദേവപുരം തലസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ്. ലഘുഭാസ്കരീയമാണ് അടുത്ത കൃതിയുടെ പേര് കേട്ടോ. നമ്മൾ ഓരോ കൃതിയുടെ താഴെയും കൂടുതലുള്ള പോയിന്റ്സ് ഉണ്ടല്ലോ, 1-2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായിട്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ലഘുഭാസ്കരീയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലഘുഭാസ്കരീയം എന്ന് പറഞ്ഞാൽ സ്ഥാണുരവിയുടെ 25-ാം വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണവർഷം, 25-ാം വാർഷികമുണ്ടല്ലോ, അദ്ദേഹം ഭരിക്കാൻ തുടങ്ങിയിട്ട് 25-ാം വർഷത്തിൽ ഈ ശങ്കരനാരായണൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ശങ്കരനാരായണൻ തന്നെ രചിച്ചിട്ടുള്ള ഒരു കൃതിയാണ് ലഘുഭാസ്കരീയം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ സിൽവർ ജൂബിലി എത്തി നിൽക്കുക, രാജഭരണത്തിൻ്റെ സിൽവർ ജൂബിലി എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്ഥാണുരവിയെ പ്രകീർത്തിച്ചുകൊണ്ട്, അദ്ദേഹത്തെ രാജഭരണത്തെ പ്രകീർത്തിച്ചു കൊണ്ടിട്ട് ശങ്കരനാരായണൻ തന്നെ എഴുതിയിട്ടുള്ള കൃതിയാണ് ലഘുഭാസ്കരീയം. ഈ കൃതിയിലൂടെയും നമുക്ക് മനസ്സിലാക്കുന്നത് ചേര സാമ്രാജ്യത്തെക്കുറിച്ചും സ്ഥാണുരവിയെക്കുറിച്ചും എല്ലാം തന്നെയാണ്. അടുത്തൊരു കൃതി വരുന്നത് യമകാവ്യമാണ് കേട്ടോ. യമകാവ്യം രചിച്ചിട്ടുള്ളത് വാസുദേവ ഭട്ടാതിരി എന്ന എഴുത്തുകാരനാണ് ഇത് രചിച്ചിട്ടുള്ളത്. അതാരാ, ഈ യമകാവ്യത്തെക്കുറിച്ച് അതാരാണ് എഴുതിയത് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്ത കൃതിയാണ് മൂഷകവംശം എന്ന് പറയുന്നത്. മൂഷകവംശം എന്ന കൃതിയിൽ പറയുന്നത് കോലോത്ത് നാട് ഭരിച്ചിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷക രാജാവിൻ്റെ കവിയായിരുന്ന അതുലൻ 11-ാം ശതകത്തിൽ എഴുതിയതാണ് ഈ ഒരു മൂഷകവംശം എന്ന കൃതി കേട്ടോ. അതായത് മൂഷകവംശം എഴുതിയത് അതുലനാണ്. ഈ അതുലൻ അദ്ദേഹത്തിന്റെ കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കോലോത്ത് നാട് ഭരിച്ചിരുന്ന ശ്രീകണ്ഠൻ എന്ന മൂഷക രാജാവിനെ കുറിച്ചാണ് കേട്ടോ. കോലോത്ത് നാട്ടിലെ മൂഷക രാജാക്കന്മാരുടെ ഉൽപ്പത്തിയെയും അവരുടെ ആദ്യകാല ചരിത്രത്തെ പറ്റിയും ഐതിഹ്യങ്ങളുമാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കൃതിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കേട്ടോ. 1-ാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ഇവരുടെ ഈ രാജാക്കന്മാരെ പറ്റിയും അവരുടെ ചരിത്രങ്ങളെ പറ്റിയും ഐതിഹ്യങ്ങളെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-ാമത്തെ ഭാഗങ്ങളിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചരിത്ര വിവരങ്ങളാണ്. അതായത് ആ ഒരു രാജാവിന്റെ കാലഘട്ടത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. കോലോത്തു ചഗോളന്റെ കേരള ആക്രമണം, ശ്രീമൂലവാസം കടലെടുത്ത് ഭരണാധികളായിരുന്ന ഈ ശാനവർമ്മൻ
ന്യുപാരമൻ, ചന്ദ്രവർമ്മൻ തുടങ്ങിയവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മൂഷക വംശം എന്ന കൃതിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെ കുറിച്ചാണെന്ന് വെച്ചാൽ കോലോത്ത് നാട്ടിലെ മൂഷക രാജാക്കന്മാരുടെ അവരുടെ ഉൽപ്പത്തി, അവരുടെ കാലഘട്ടത്തെക്കുറിച്ച്, പിന്നെ അവരുടെ ഐതിഹ്യങ്ങളെക്കുറിച്ച്, അവരുടെ ചരിത്രങ്ങളെക്കുറിച്ച്, അവരുടെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, കേളൻ എന്ന ആള് കേരളത്തെ ആക്രമിച്ചിട്ടുണ്ട്. ആ ഒരു ആക്രമണത്തെക്കുറിച്ച്, ആ ഒരു യുദ്ധത്തെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ശ്രീമൂലവാസൻ കടലെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതെല്ലാം നമ്മൾ തുടർന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ശ്രീമൂലവാസ കടലെടുത്തിനെ കുറിച്ചെല്ലാം ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശാനവർമ്മൻ, ന്യുപരാമൻ, ചന്ദ്രവർമ്മൻ തുടങ്ങിയ രാജാക്കളെ കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ഈ ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കൃതിയാണ് സന്യന്തപുരാണ സമുച്ചയം. ഈ സന്യന്തപുരാണ സമുച്ചയം AD 1168 രചിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. വേണാട് രാജവംശം നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ വേണാട്ട് രാജാക്കന്മാര് അവരുടെ മക്കത്തായം എന്നുള്ള ഒരു സിസ്റ്റം നമുക്കറിയാം അല്ലേ, മക്കത്തായം എന്താണെന്നുള്ളത്. അപ്പോൾ മക്കത്തായം എന്ന സിസ്റ്റം അവർ പിന്തുടർന്നിരുന്നു എന്നുള്ളതെല്ലാം ഈ ഒരു കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത കൃതി പ്രത്യുമ്നാഭ്യുദയമാണ് അടുത്ത കൃതി വരുന്നത് കേട്ടോ. ഇതൊരു നാടകമാണ്. ഇതില് പത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്നാണല്ലോ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ വർണ്ണയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അവിടെയുള്ള വർഷത്തിൽ നടക്കുന്ന ഉത്സവത്തെ കുറിച്ചാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത് കേട്ടോ. അടുത്തത് അലങ്കാര സർവസി എന്നാണ് അടുത്ത കൃതിയുടെ പേര്. രവിവർമ്മ കുലശേഖരന്റെ സദസ്യനായിരുന്ന സമുദ്രബദ്ധൻ എഴുതിയാണ് അലങ്കാര സർവസി എന്ന് പറയുന്നത്. രവിവർമ്മ കുലശേഖരൻ എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിലെ 2ാം ചേര സാമ്രാജ്യത്തിലെ ഒരു രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. അദ്ദേഹത്തിന്റെ സദസ്യനായിരുന്ന സമുദ്രബദ്ധനാണ് അലങ്കാര സർവസി എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് പറയുന്നത് കൊല്ലത്തെക്കുറിച്ചാണ്, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന കൊല്ലത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ കൊല്ലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു. വാണിജ്യ ഇടപാടുകളെല്ലാം നടത്തിയിരുന്ന ഒരു വലിയ പട്ടണമായിരുന്നു അന്നത്തെ കാലത്ത് കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊല്ലത്തെക്കുറിച്ചും ആ വാണിജ്യ പട്ടണത്തെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു കൃതിയിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കൃതിയാണ് ലീലാതിലകം എന്നുള്ളത്. ഈ ലീലാതിലകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണിപ്രവാളത്തിലെ ഏറ്റവും നല്ല ലക്ഷണമൊത്ത ഗ്രന്ഥമാണ് ഈ ഒരു ലീലാതിലകം എന്ന് പറയുന്നത് കേട്ടോ. വേണാട് രാജാവായിരുന്ന ചേര ഉദയ മാർത്താണ്ഡവർമ്മയെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ യുവരാജാവായ രവിവർമ്മയെ പറ്റിയും ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. വിടനിദ്രാബാണമാണ് അടുത്ത കൃതി വരുന്നത് കേട്ടോ. കൊടുങ്ങല്ലൂർ രാജാവിന്റെ ആശ്രിതനായിട്ടുള്ള ഒരു കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ എഴുതിയ കവിയുടെ പേര് നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേട്ടോ. പെരുമ്പടവ്, അതുപോലെ ഓടനാട് തുടങ്ങിയ നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളെ കുറിച്ചെല്ലാം ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കൃതി നമുക്ക് നോക്കാം. ശിവവിലാസമാണ് അടുത്ത കൃതി വരുന്നത്. ഇത് രചിച്ചിട്ടുള്ളത് ഓടനാട് രാജാവിന്റെ മകളെ പെരുമ്പടപ്പിലെ ഒരു രാജാവ് വിവാഹം ചെയ്തതായിട്ട് ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അന്നത്തെ പ്രധാനപ്പെട്ട രാജവംശക്കാരൊക്കെയാണ് ഓടനാട് രാജാവും അതുപോലെ പെരുമ്പടപ്പ് രാജാവൊക്കെയും. ഇവർ പരസ്പരം ഒരു വിവാഹബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈ രണ്ട് രാജാക്കന്മാരും അല്ലെങ്കിൽ രാജകുടുംബങ്ങളും തമ്മിൽ ഒരു വിവാഹബന്ധത്തിലൂടെ ഒരു അടുപ്പത്തിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളും ആ ഒരു ചരിത്രങ്ങളൊക്കെ ഈ ഒരു കൃതിയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത കൃതിയാണ് കോകില സന്ദേശം വരുന്നത്. ഈ കോകില സന്ദേശം എഴുതിയിട്ടുള്ളത് ഉദ്ദണ്ഡ ശാസ്ത്രിയാണ്. 1471 അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഉദ്ദണ്ഡ ശാസ്ത്രി എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മാനവിക്രമൻ സാമൂതിരിപ്പാടിന്റെ സദസ്യനായിരുന്നു. ഇതിൽ തിരുനെല്ലി, തളി, തൃച്ചംബരം, തൃപ്പാങ്ങോട്, തിരുനാവായ എന്നീ ഉത്തര കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റിയാണ്, അമ്പലങ്ങളൊക്കെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് തുറമുഖത്തിലെ കപ്പലുകളെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാമാങ്ക മഹോത്സവം ഉണ്ടല്ലോ, തിരുനാവായയിലുണ്ടായിരുന്ന 12 വർഷം കൂടുമ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന മാമാങ്ക മഹോത്സവത്തെ പറ്റിയെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു 2 കൃതികളെ കുറിച്ച് ഈ കൂട്ടത്തിൽ പറയാനുണ്ട്. അതാണ് ഒന്ന് ശുഗസന്ദേശം. ശുഗസന്ദേശം എന്ന കൃതി എഴുതിയിട്ടുള്ളത് ലക്ഷ്മിദാസനാണ് കേട്ടോ. ലക്ഷ്മിദാസൻ എന്നാണ് ആളാണ് എഴുതിയിട്ടുള്ളത്. അടുത്തൊരു കൃതിയാണ് ഭ്രമര സന്ദേശം എന്ന് പറയുന്നത്. ഇത് വാസുദേവൻ എന്ന ആളാണ് എഴുതിയിട്ടുള്ളത്. ഇത് രണ്ടും ഈ പേരുകൾ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എഴുതിയ ആളുടെ പേരും ഈ കൃതിയുടെ പേരും മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിലുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 നാടകങ്ങളാണ്. രാമവർമ്മ വിലാസം എന്നാണ് ഒന്നാമത്തെ നാടകത്തിന്റെ പേര്. രണ്ടാമത്തത് രത്നകേതൂദയം. 2 നാടകങ്ങളാണ് കേട്ടോ. ഇത് രചിച്ചിട്ടുള്ളത് ബാലകവി എന്നുള്ള ഒരാളാണ്. കൊച്ചിയുടെ ഒരു മധ്യകാല ചരിത്രം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ 2 നാടകങ്ങളുള്ളത് കേട്ടോ. അടുത്ത കൃതി വരുന്നത് കാമസന്ദേശമാണ്. ഇത് എഴുതിയത് മാതൃദത്തൻ എന്ന ആളാണ് കേട്ടോ. 16-ാം ശതകത്തിൽ കൊച്ചിയിലെ ചുങ്കം നൽകിയതായിട്ട് നമുക്ക് ഈ ഒരു കൃതിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. കൊച്ചിയുടെ ചരിത്രമാണ് ഇതിനകത്ത് ഈ കാമസന്ദേശത്തിൽ പറയുന്നത്. അടുത്ത കൃതിയുടെ പേര് പ്രക്രിയ സർവസ്യമാണ് കേട്ടോ. ഇത് രചിച്ചിട്ടുള്ളത്
മേൽപ്പത്തൂർ നാരായണ ഭട്ടാതിരിയാണ്. ഇതൊരു വ്യാകരണ ഗ്രന്ഥം കൂടിയാണ് കേട്ടോ. ഈ ഒരു ഭട്ടതിരിയുടെ പുരസ്കർത്താവായ അമ്പലപ്പുഴ ദേവനാരായണന്റെ മഹത്തായ ഗുണങ്ങളെയാണ് ഈ ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നത്. അതിനെ പ്രശംസിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടാതിരിയുടെ മറ്റു 2 കൃതികളുണ്ട്. ഒന്നിൻ്റെ പേര് ദേവനാരായണ പ്രശസ്തി, മറ്റൊന്ന് മാനവിക്രമ പ്രശസ്തിയാണ്. അത് പേര് പോലെ തന്നെയാണ്. ദേവനാരായണൻ എന്ന അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്ന രാജാവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ദേവനാരായണ പ്രശസ്തി എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഈ ഭട്ടതിരി എഴുതിയതാണ്. ഭട്ടതിരിയുടെ മറ്റൊരു കൃതിയാണ് മാനവവിക്രമ പ്രശസ്തി. ഇതും പേര് പോലെ തന്നെ എന്താണ്, മാനവവിക്രമൻ എന്ന പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് മാനവവിക്രമ പ്രശസ്തി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഗോശ്രീ വർണ്ണനയാണ് അടുത്ത കൃതിയുടെ പേര്. ഈ ഒരു കൃതിയിലൂടെ നമുക്ക് നമ്മുടെ കൊച്ചി നഗരത്തെ, അന്നുണ്ടായിരുന്ന കൊച്ചി നഗരത്തെക്കുറിച്ചിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു കൃതിയിലൂടെ കിട്ടുക. ഇതും മേൽപ്പത്തൂർ നാരായണ ഭട്ടാതിരി രചിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 കൃതികളാണ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. അടുത്ത കൃതിയാണ് അച്യുതരായ അഭ്യുദയ എന്നാണ് അടുത്ത കൃതിയുടെ പേര്. ഇത് രചിച്ചിട്ടുള്ളത് രാജനാഥ കവിയാണ്. വിജയനഗര രാജാവായിരുന്ന അച്യുതരായർ നടത്തിയ കേരളാക്രമണത്തെക്കുറിച്ചാണ് ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നത് കേട്ടോ. അടുത്തത് സീതാരാഘവമാണ് അടുത്ത കൃതിയുടെ പേര്. ഇത് രചിച്ചിട്ടുള്ളത് രാമ പണിവാദനാണ്. ഇതൊരു നാടകമാണ് കേട്ടോ. നാടക കൃതിയാണ് സീതാരാഘവം എന്ന് പറയുന്നത്. തൃപ്പടിദാനം വിവരിക്കുന്ന ഒരു കൃതിയാണ് ഇത്. തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ രാജാവ് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ മുഴുവനും തിരുവനന്തപുരത്തുള്ള നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആ സ്വാമിയോടുള്ള അദ്ദേഹത്തോടുള്ള ആരാധനയുടെ പുറത്ത് തൻ്റെ നാട് മുഴുവനായിട്ട് സ്വാമിക്ക് സമർപ്പിക്കുന്നുണ്ട്. ആ ഒരു സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഈ തൃപ്പടിദാനത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും വിവരിക്കുന്ന ഒരു നാടക കൃതിയാണ് സീതാരാഘവം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത വേറൊരു കൃതിയാണ് ബാലരാമ ഭാരതം എന്ന് പറയുന്നത്. അതായത് 1758 മുതൽ 1798 വരെ ജീവിച്ചിരുന്ന ധർമ്മരാജാവാണ് ഈ ഒരു ബാലരാമ ഭാരതം എന്ന കൃതി എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു നാട്യശാസ്ത്ര ഗ്രന്ഥമാണ് ആയിട്ടാണ് ഇത് വരുന്നത്. തിരുവനന്തപുരം എന്ന നാടിനെ കുറിച്ചാണ് ഇതിൽ പൂർണ്ണമായിട്ടും വിവരിക്കുന്നത് കേട്ടോ. അടുത്തൊരു കൃതിയാണ് രാമവർമായ ശോഭൂഷണം. ഈ രാമവർമായ ശോഭൂഷണം എഴുതിയിട്ടുള്ളത് സദാശിവ ദീക്ഷിതരാണ്. കേരളത്തിലുണ്ടായിരുന്ന ധർമ്മരാജാവ് എന്ന രാജാവിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രശംസിച്ചിട്ട് കൊണ്ടുള്ള ഒരു കൃതിയാണ് രാമവർമായ ശോഭൂഷണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കൃതിയാണ് ചാതക സന്ദേശം എന്ന് പറയുന്നത്. ഇതൊരു ബ്രാഹ്മണ കവി എഴുതിയതാണ്. ആ കവിയുടെ പേരെന്താണെന്ന് ഇതുവരെ ചരിത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു കൃതിയിൽ പറയുന്നത് ധർമ്മരാജാവിൻ്റെ ഭരണാവസാനത്തോടു കൂടി തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ചരിത്ര സംഭവങ്ങളെ കുറിച്ചൊക്കെയാണ് ഒരു കൃതിയിൽ പറയുന്നത്. അതുപോലെ തിരുനാവായ, തൃപ്പൂണിത്തറ, വൈക്കം, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, തിരുവനന്തപുരം, പത്മനാഭപുരം നഗരങ്ങളെ പറ്റിയെല്ലാം ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി അടുത്ത കൃതിയാണ് ബാലമാർത്താണ്ഡ വിജയം എന്ന് പറയുന്നത്. ഇതൊരു നാടക കൃതിയാണ്. ഇത് രചിച്ചിട്ടുള്ളത് ദേവരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. ഇത് പേര് പോലെ തന്നെ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ഭരണ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, മാർത്താണ്ഡ വിജയം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയുടെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പ്രകീർത്തിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. നമുക്കറിയാം, പഴയ രാജഭരണത്തെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ രാജാവിന് ഒരു സദസ്സിലുണ്ടാവും. ആ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ടാവും. എഴുത്തുകാരും, കവികളും, പാട്ടുകാരും, കഥാകാരും, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. ഇവരൊക്കെ എന്താണ്, രാജാവിനെ നല്ലത് പറഞ്ഞു മാത്രം ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ. എഴുത്തുകാരാണെങ്കിൽ രാജാവിനെ പ്രകീർത്തിച്ച് എഴുതുക, പാട്ടുകാരാണെങ്കിൽ രാജാവിന് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലേ. അങ്ങനെ ആ രാജാവിൻ്റെ സദസ്സിലുള്ള എഴുത്തുകാർ രാജാവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കൃതികളാണ് പകുതിയും നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കൃതികളാണ് നമുക്ക് സംസ്കൃതത്തിൽ പെടുന്ന സംസ്കൃത മണിപ്രവാള കൃതികളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള കൃതികളാണ്. ചരിത്രരചനയുടെ ഉപാധിയായിട്ട് സ്വീകരിച്ചിട്ടുള്ള തമിഴ് കൃതികളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രാചീന കേരളത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രേഖകളിൽ ഒരു വിഭാഗമാണ് നമ്മുടെ തമിഴ് സാഹിത്യ കൃതികളായിട്ട് വരുന്നത് കേട്ടോ. പ്രാചീന തമിഴ് സാഹിത്യ കൃതികൾ കേരളത്തെയും കേരളത്തിലെ രാജാക്കന്മാരെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചെല്ലാം നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. ക്രിസ്തുവർഷത്തിന്റെ ആദ്യത്തെ 5 ശതങ്ങളിലുണ്ടായ സംഘകാല കൃതികളാണ് ഇവിടെ വിശേഷ പ്രാധാന്യം അർഹിക്കുന്ന കൃതികളായിട്ട് പറയുന്നത്. അതായത് തമിഴ് കൃതികളിൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സംഘകാല കൃതികളെയാണ്. ഒരു തമിഴ് ചരിത്രത്തിൽ, സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യത്തിന്റെ ഒരു സുവർണ കാലഘട്ടമൊക്കെയാണ്
സംഘകാല അല്ലെങ്കിൽ സംഘകൃതികളൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. അത്തരം സംഘകൃതികളാണ് നമ്മൾ എന്താണ് ചരിത്രയുടെ ഉപാധനയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. 10 അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതികാരം എന്നീ കേരള ചരിത്ര പ്രധാനം അറിയിക്കുന്ന കുറേ കൃതികളാണ് കേട്ടോ. ഇനിയും നമ്മൾ ഇവരെ മാത്രമല്ല, ഇനിയും നമ്മൾ ഒരുപാട് കൃതികൾ ഈ തമിഴ് ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൃതികളിൽ സംഘകാല കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് കവികളുണ്ട്. കവിതകളൊക്കെയാണ് നമ്മൾ എന്താണ് ചരിത്ര ഉപാധനയായിട്ട് എടുത്തുള്ളത്. ആ കവികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ കവിയാണ് പരണർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രണ്ടാമത്തത് കല്ലിഭർ, മൂന്നാമത് ഔവയാർ. ഔവയാർ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയാണ് കേട്ടോ. വളരെ പ്രശസ്തമായിട്ടുള്ള അന്നത്തെ ഒരു എഴുത്തുകാരിയാണ് ഔവയാർ എന്ന് പറയുന്നത്. കേരളത്തിലെ ജീവിതത്തെയും സംസ്കാരത്തെയും അധികരിച്ചുള്ളതാണ് ഇവയുടെ കവിതകളിൽ അധികവും വരുന്നത് കേട്ടോ. നറ്റിണൈ, കറും തേക്കൈ എന്നീ പ്രേമ കവിത സമാഹാരങ്ങളിൽ പൂർവ്വകാല കേരളത്തിന്റെ ചരിത്രത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ സംഘകാല കൃതികൾ എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തിലുള്ള കൃതികളാണ്. അതിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള മുഴുവൻ എഴുത്തുകളെയെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഉള്ള ഒരു കൃതിയാണ് സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു കൃതിയാണ് നറ്റിണ എന്ന് പറയുന്നത്. 400 ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് പല എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഒരേ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പല എഴുത്തുകാരും എഴുതിയിട്ടുള്ള കൃതികളാണ് ഈ 400 എണ്ണത്തിൽ വരുന്ന നറ്റിണയായാലും പിന്നെ കറുംതേക്കൈ എന്ന് പറഞ്ഞാൽ 401 ഗാനങ്ങളുണ്ട്. കറുംതേക്കൈ ആയാലും നറ്റിണയായാലും പല എഴുത്തുകാർ എഴുതിയിട്ടുള്ള ഗാനങ്ങളുടെ ഒരു സമാഹാരമാണ്. ഇതെല്ലാം പ്രേമം എന്നുള്ള ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മുടെ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു യുവാവിൻ്റെ പ്രേമത്തെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കൃതികളാണ്. ഇനി ആ കൃതികളെല്ലാം നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ള ഒരു കൃതിയാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത്. ചിലപ്പതികാരം എന്ന കൃതി ഇളവങ്കോടികളുടെ ഒരു കൃതിയാണ്. അന്നത്തെ പ്രശസ്തനായിട്ടുള്ള ഒരു സംഘകാലഘട്ടത്തിലുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള കൃതിയാണ് ഇളവങ്കോടികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ചിലപ്പതികാരം എന്ന് പറയുന്നത് കേട്ടോ. ഈ പേരുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ സംസ്കൃത കൃതിയായാലും തമിഴ് കൃതിയായാലും ഈ പേരുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ പേരുകളിലൂടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഈ പേരുകൾ ഓരോന്നും ഇത് ആരെഴുതിയതാണ് അല്ലെങ്കിൽ എന്താണ് ഈ കൃതിയിൽ പറയുന്നതെന്നൊക്കെ ചോദിച്ചു നമുക്ക് പേരുകൾ തരും. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് ഈ പേരുകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ഈ ചിലപ്പതികാരം എന്ന് പറഞ്ഞ ഈ ഒരു കൃതിയിൽ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ. പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ് ചേരിയും ചോളയും പാണ്ഡ്യം ഒക്കെ ഓരോ സാമ്രാജ്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇവയെക്കുറിച്ചെല്ലാം തന്നെ ഇതുവരെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വഞ്ചി എന്ന നഗരത്തെ പറ്റി പറയുന്നുണ്ട്. വഞ്ചി എന്ന് പറഞ്ഞ നഗരം എന്ന് പറയുന്നത് ചേര സാമ്രാജ്യത്തിലെ അവരുടെ രാജധാനിയാണ് വഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നഗരത്തെ പറ്റി എല്ലാം തന്നെ ചിലപ്പതികാരം എന്ന ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കൃതി മുത്തൊള്ളായിരമാണ്. AD 800-നടുത്താണ് ഈ ഒരു കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ ഈ ഒരു കൃതിയിൽ പറയുന്നത് ചേര രാജാക്കന്മാരെ കുറിച്ചാണ്, പിന്നെ അവരുടെ രാജധാനിയായിട്ടുള്ള വഞ്ചിയെക്കുറിച്ചൊക്കെയാണ് പരാമർശിക്കുന്നത് കേട്ടോ. അടുത്ത കൃതിയുടെ പേരാണ് പെരുമാൾ തിരുമൊഴി എന്നാണ്. 2ാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള കുലശേഖര ആഴ്വാറാണ് ഈ പെരുമാൾ തിരുമൊഴി എന്നുള്ള ഈ കൃതി എഴുതിയിട്ടുള്ളത്. ഇതിലൊരുപാട് ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവനന്തപുരവും എല്ലാം തന്നെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുലശേഖര ആഴ്വാരുടെ അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ചെല്ലാം തന്നെ ഈ ഒരു പെരുമാൾ തിരുമൊഴി എന്നൊരു കൃതിയിൽ പറയുന്നുണ്ട്. അടുത്ത കൃതിയാണ് പെരിയ പുരാണം എന്നത്. ഇത് ചൊക്കിയാർ എന്നൊരു എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. ചേര രാജാവായ ചേരമാൻ പെരുമാൾ നായരുടെ ജീവിത കഥയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ തിരുവഞ്ചിക്കുളത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ പറ്റിയും അതിനെ വർണ്ണിച്ചെല്ലാം തന്നെ ഈ പെരിയ പുരാണത്തിൽ പറയുന്നുണ്ട്. നമ്മൾവാർ എഴുതിയ പെരിയ പുരാണം എന്ന് പറഞ്ഞ ഈ ഒരു കൃതിയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ തിരുവാറന്മുളയെക്കുറിച്ചും തിരുപുലിയാറ്, തൃക്കടിത്താനം, തൃച്ചിറ്റാറ്, തിരുവൻവണ്ടൂർ, തിരുമൊഴിക്കുളം തുടങ്ങിയ കേരളത്തിലെ 11 വൈഷ്ണവ തിരുപ്പതികളെയെല്ലാം വിമർശിക്കുന്ന ഒരു കൃതിയാണ് നമ്മൾവാറുടെ പെരിയ പുരാണം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കൃതി വരുന്നത് തക്കഴാകഭരണിയാണ്. ഇത് രചിച്ചിട്ടുള്ളത് 12ാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഓട്ടക്കുത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. തക്കയാഗഭരണിയിൽ പറയുന്നത് ചേര രാജധാനിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വഞ്ചിയാണല്ലോ. ആ വഞ്ചിയിൽ നിന്നും രാജധാനി മക്കോദയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഈ തക്കയാഗഭരണിയിൽ പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് പഠിക്കാനുള്ള മറ്റു 2 കൃതികളാണ് പൊൻവണ്ണത്തന്ത എന്ന് പറഞ്ഞ ഒരു കൃതിയും മറ്റൊന്ന് തിരുമണിക്കോവയിലും. ഈ 2 കൃതിയും ചേരമാൻ പെരുമാൾ നായരുടെ തന്നെയാണ്. ഇതിലും കേരളത്തെക്കുറിച്ച് പല പരാമർശങ്ങളും പറയുന്നുണ്ട്. ഇവയെല്ലാം നമ്മുടെ കേരള ചരിത്രത്തിന്റെ ഉപാധനയായിട്ട് എടുത്തിട്ടുള്ള കൃതികളാണ് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി തമിഴ് പറഞ്ഞു, സംസ്കൃതവും പറഞ്ഞു.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് മലയാള കൃതികളാണ്. മലയാളത്തിലുള്ള കൃതികളുണ്ട്, ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപാധിനിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മലയാള കൃതികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. AD 9-ാം ശതകത്തിലാണ് മലയാളം തമിഴിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാകുന്നത്. അതുവരെ തമിഴ്, സംസ്കൃതം ഭാഷകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നീടാണ് മലയാളം എന്നൊരു പുതിയ ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കൃതികൾ മലയാളത്തിലൊരു പുതിയ സാഹിത്യം, മലയാള സാഹിത്യം എന്നൊരു പുതിയ രൂപമുണ്ടായി. അതിലുണ്ടായിട്ടുള്ള കൃതികളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ കൃതികളിൽ തന്നെ ചരിത്ര രചനയുടെ ഉപാധിനിയായിട്ട് എടുത്തിട്ടുള്ള കൃതികളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കൃതിയാണ് രാമചരിതം, അതുപോലെ തിരുനിയൽമാല. ഈ 2 കൃതികളാണ്. ഇത് 2 പാട്ടുകളാണ്, പാട്ടുകൃതികളായിട്ടാണ് വരുന്നത് കേട്ടോ. അതുപോലെ മലയാള സാഹിത്യത്തിലെ തുടക്ക കൃതി എന്നാണ് ഈ 2 കൃതിയെയും അറിയപ്പെടുന്നത്. തിരുനിയൽമാലയില് ആറന്മുള ഗ്രാമത്തിലെ 4 അകഞ്ചേരിയെ കുറിച്ചും 6 പുറഞ്ചേരിയെ കുറിച്ചും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ അരയന്മാരെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത് കേട്ടോ. 9-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഒരു സ്വതന്ത്ര ഭാഷയായിട്ട് മലയാളം വളരുന്നതിന്റെ രൂപരേഖകൾ അക്കാലത്തെ ചില സാഹിത്യ കൃതികളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ചരിത്ര പ്രാധാന്യവും സാമൂഹികാംശവുമുള്ള മലയാള കൃതികൾ രചിക്കപ്പെടുന്നത് 13-ാം നൂറ്റാണ്ടോട് കൂടിയാണ് കേട്ടോ. 12-ാം ശതകം മുതലോ 13-ാം ശതകം മുതലോ ഉണ്ടായ കൃതികൾ മാത്രമേ ചരിത്ര പ്രാധാന്യം ഉള്ളവയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന കൃതിയാണ് ഉണ്ണിച്ചിരുവേദി ചരിതവുമാണ് ഇനി പറയാൻ പോകുന്ന 2 കൃതികൾ. ഒരു AD 13-ാം ശതകത്തോടു കൂടിയാണ് ഈ ഒരു കൃതി ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ആദ്യ മലയാള കൃതികളെന്ന് വിശേഷിക്കപ്പെടുന്നത് ഈ 2 കൃതിയുമാണ് കേട്ടോ. ദേവദാസികളെ പറ്റിയുള്ള വർണ്ണനകളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദേവദാസി എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ. ദേവദാസി എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ചേര രാജാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിൽ അവരവരുടെ ഒരു ചേര രാജാവ് അദ്ദേഹത്തിന്റെ മകളെ ദേവന്റെ ഭാര്യയായിട്ട് വിചാരിച്ചിട്ട് ദേവന് വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് കൊടുക്കുകയാണ് തന്റെ മകളെ. പിന്നീട് അവിടെ മന്ത്രങ്ങളെ ഉരുവിട്ട് അമ്പലത്തിന് വേണ്ടിയിട്ട് ദേവന്റെ ഭാര്യയായി എന്ന് വിശ്വസിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതിയിൽ തന്റെ പെൺമക്കളെ കൊടുത്തിരുന്നു ചേരരാജാവ്. ആ ഒരു ആചാരം പിന്നീട് എല്ലാവരുടെയും ഇടയിലേക്ക് വന്നിട്ട് സ്വന്തം പെൺമക്കളെ ക്ഷേത്രത്തിന് ദേവന്റെ ഭാര്യയായി സമർപ്പിക്കുന്ന ഒരു ആചാരമാണ് ദേവദാസി എന്നൊക്കെ പറയുന്നത്. പിന്നീട് ദേവദാസി എന്നുള്ള ആചാരത്തിന്റെ സ്വഭാവം എല്ലാം മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ദേവദാസികളെ കുറിച്ചെല്ലാമുള്ള വർണ്ണനകളാണ് ഈ ഒരു കൃതിയിലുള്ളത് കേട്ടോ. അതുപോലെ പന്നിയൂർ ചേക്കിക്കര ഗ്രാമത്തിലെ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള ഒരു തർക്കമാണത്. അതെല്ലാം തന്നെ ഈ ഒരു കൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേണാട്ടടികള്, കോലത്തേരി തുടങ്ങിയ ഭരണാധികാരികളെ കുറിച്ചെല്ലാം ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തിരുനെല്ലി, കൊടുങ്ങല്ലൂർ തുടങ്ങിയ നഗരങ്ങളെ കുറിച്ചും ഇതിൽ പ്രതിപാദ്യ വിഷയങ്ങളാണ്. തിരുമരുതൂർ കേന്ദ്രമാക്കി രചിക്കപ്പെട്ട ഉണ്ണിയച്ചി ചരിതത്തിലാണ് മലയാളർ എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത്. അപ്പൊ മലയാളർ എന്നുള്ള ആ ഒരു പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ഉണ്ണിയച്ചി ചരിത്രത്തിലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കൃതിയാണ് അനന്തപുര വർണ്ണം എന്ന് പറയുന്നത്. അന്നത്തെ തിരുവനന്തപുരം നഗരത്തെ പറ്റിയുള്ള ഒരു വിവരണമാണ് ഈ ഒരു കൃതിയിലുള്ളത് കേട്ടോ. 14-ാം ശതകത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ 16-ാം ശതകത്തിലാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത് വരുന്ന മറ്റൊരു കൃതിയാണ് ഉണ്ണിയിൽ ഈ സന്ദേശം വരുന്നത്. 14-ാം നൂറ്റാണ്ടിലെ വേണാട്ടു രാജാക്കന്മാരായ ഇരവിവർമ്മയും ആദിത്യവർമ്മയും സർവാംഗനാഥനും യുദ്ധത്തിൽ സമാധാനത്തിലും കൈവരിച്ച നേട്ടങ്ങളെ പറ്റിയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഉണ്ണിയിലെ സന്ദേശം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രണയകാവ്യമാണ്. അതായത് കടുത്തുരുത്തിൽ കഴിയുന്ന നായകനും നായികയുടെയും അവരുടെ ഒരു പ്രണയത്തെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഈ നായകൻ ഒരു സമയത്ത് അവളെ പിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു. കാമുകനും കാമുകിയും തമ്മിൽ ഈ സന്ദേശം കൈമാറുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു കഥയുടെ പ്രമേയം വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കടുത്തുരുത്തി വരെയുള്ള ദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളും അതുപോലെ അവരുടെ വാണിജ്യ കേന്ദ്രങ്ങളെ പറ്റി, കൃഷിയെക്കുറിച്ച് ഇവയെല്ലാം ഈ ഒരു കൃതിയിൽ പറയുന്നുണ്ട്. അതായത് കാമുകൻ കാമുകിക്ക് സന്ദേശം അയക്കുമ്പോൾ ഈ സന്ദേശത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആ കാമുകൻ യാത്ര ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ ആ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും മറ്റുമെല്ലാം ഇതിലൂടെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. തുലുക്കൻ പട, ഓടനാടിന്റെ സാമന്ത പദവി, കൊല്ലം പട്ടണത്തിന്റെ വാണിജ്യ പ്രധാനം ഇവയെല്ലാം ഈ ഒരു കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ കൊങ്കണർ, ചീനർ, തുലുക്കർ തുടങ്ങിയ പലതരം ആളുകളെയും നഗരവർണ്ണനയും പരിചയപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഭാഷാ രീതികളെ, പ്രയോഗങ്ങളെ എല്ലാം തന്നെ ഈ ഒരു ഉണ്ണീലി സന്ദേശത്തിൽ പറയുന്നുണ്ട്. അടുത്ത കൃതിയാണ് ഉണ്ണിയാടി ചരിതം. ഇതൊരു 14-ാം ശതകത്തോടു കൂടി രചിക്കപ്പെട്ടതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ചരിത്രത്തെ പറ്റിയും അതുപോലെ പെരുമ്പടപ്പും ഓടനാടും തമ്മിലുണ്ടായ ബന്ധത്തെ പറ്റിയും എല്ലാം ആണ് ഈ ഉണ്ണിയാടി ചരിതത്തിൽ പറയുന്നത്. ഈ കണ്ടിയൂർ മറ്റം പടപ്പാട്ടിൽ പറയുന്നത് ചിറവായ് സ്വരൂപം, മണിഗ്രാമം,
ഗ്രാമം, ഓണത്തല്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൃതിയിൽ വിവരിക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കൃതിയാണ് മാമാങ്കം കിളിപ്പാട്ട്. ഇത് രചിച്ചിട്ടുള്ളത് കാടഞ്ചേരി നമ്പൂതിരിയാണ്. 1694 മാമാങ്ക മഹോത്സവത്തിന്റെ ഒരു വിവരണമാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് പയ്യന്നൂർ പാട്ടാണ്. 13-ാം നൂറ്റാണ്ടിൽ നിലനിന്ന വ്യാപാരങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളാണ് പയ്യന്നൂർ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത വരുന്ന കൃതിയാണ് കേക സന്ദേശം വരുന്നത്. കേക സന്ദേശം എന്ന കൃതിയിൽ അതിന്റെ തീം എന്ന് പറയുന്നത് തൃക്കണമതിലകത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിൽ അടുത്തത് ചന്ദ്രോത്സവം എന്ന ഒരു കൃതിയാണ്. ഇത് ഒരു 18 ശാസ്ത്ര സംഘങ്ങളുടെ ഒരു വിവരണങ്ങളാണ് ഒരു ചന്ദ്രോത്സവം എന്ന ഈ ഒരു കൃതിയിലുള്ള കേട്ടോ. ചത്തീര സംഘങ്ങൾ, വാർത്താ സംഘങ്ങൾ, നമ്പൂതിരി സംഘങ്ങൾ തുടങ്ങിയ കുറിച്ചുള്ള സൂചനകളിലും ഇതിൽ നൽകുന്നുണ്ട്. അടുത്ത കൃതിയാണ് രാജരത്ന വലിയം ചമ്പു. ഈ ഒരു കൃതിയിൽ കൊച്ചിയെ പറ്റിയുള്ള വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കൃതിയിലൂടെ നമുക്ക് അന്നത്തെ കൊച്ചിയുടെ സാഹചര്യം എങ്ങനെയായിരുന്നു, അവിടുത്തെ ഭരണങ്ങളും കാര്യങ്ങളും, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കൃതിയിൽ. അടുത്തത് കുചേലക വൃത്തം, ഭാഷാഷ്ടപതി എന്നീ 2 കൃതികളെയാണ് പറയുന്നത് കേട്ടോ. ഈ 2 കൃതിയും എഴുതിയത് രാമപുരത്തു വാര്യരാണ്. ഈ ഒരു 2 കൃതിയിലാണ്, കുചേലവൃത്തത്തിലായാലും ഭാഷാഷ്ടപതിയിലായാലും, മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കുറിച്ചാണ് ഈ 2 കൃതിയിലും എഴുതിയിട്ടുള്ളത്. അടുത്ത കൃതിയാണ് തുള്ളൽ പാട്ടുകൾ. തുള്ളൽ പാട്ടെല്ലാം നമുക്കറിയാം, കുഞ്ചൻ നമ്പ്യാരാണ് അതിന്റെ ഒരു പരിഷ്കർത്താവ് എന്നൊക്കെ നമുക്കറിയാലോ അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു കലാരൂപത്തിൽ നിന്നും നമ്മുടെ കേരള ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 18-ാം ശതകത്തോടെയാണ് കേരളത്തിന്റെ സാമൂഹിക വശങ്ങളെ പ്രതിഫലിക്കുന്ന കൃതികളാണ് തുള്ളൽ പാട്ടുകളിലുള്ളത് കേട്ടോ. അടുത്ത കൃതിയാണ് വാമിശ്ര കൃതികൾ എന്ന് പറയുന്നത്. ഈ ഒരു വാമിശ്ര കൃതികൾ എന്ന് പറഞ്ഞാൽ സാഹിത്യ കൃതികൾ അല്ലാത്തവയാണ് വാമിശ്ര കൃതികളിൽ ഉൾപ്പെടുന്നത്. അതായത് കഥ, കവിത, പാട്ട് തുടങ്ങിയ ആ ഒരു വിഭാഗത്തിൽ വരാത്ത മറ്റു കൃതികളുണ്ടല്ലോ, അവയാണ്. അതായത് ലേഖനങ്ങൾ തുടങ്ങിയ അങ്ങനെയുള്ള കൃതികളുണ്ടല്ലോ, അതിനെയാണ് വാമിശ്ര കൃതികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഉൾപ്പെടുന്നത് സ്ഥലപുരാണങ്ങള്, വീരഗാഥകള്, ഗ്രന്ഥവരികള് തുടങ്ങിയാണ് ഈ ഒരു വാമിശ്ര കൃതികളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കൃതിയാണ് ഗ്രന്ഥവരികൾ കേട്ടോ. കേരളത്തിന്റെ മധ്യകാലഘട്ടത്തിലെ പ്രഗത്ഭരായ രാജവംശങ്ങളുടെ എഴുത്തുകുത്തുകളും മറ്റു വിവരങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഗ്രന്ഥവരി എന്ന് പറയുന്നത്. ഭരണാധികാരികളുടെ സാമന്ത പ്രഭുക്കന്മാരെ കുറിച്ചും അവരുടെ പദവികളെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചും എല്ലാമുള്ള വിശദ വിവരങ്ങളാണ് ഈ ഒരു ഗ്രന്ഥവരിയിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദീകരണ കുറിപ്പുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമ്മൾ പല ഗ്രന്ഥവരികളെ കുറിച്ചാണ് പറയുന്നത്, പല രാജാക്കന്മാരുടെ ഗ്രന്ഥവരികളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് സാമൂതിരി കോവിലകത്തുള്ള ഗ്രന്ഥവരി. ഇത് കോഴിക്കോടിന്റെയും വേണാടിന്റെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക വ്യവസ്ഥിതികളെ കുറിച്ചെല്ലാം വിവരങ്ങൾ നൽകുന്ന ഒരു ഗ്രന്ഥവരിയാണിത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ മതിലകം ഗ്രന്ഥവരിയും കോഴിക്കോട്ട് സാമൂതിരി മതിലകത്തെ ഗ്രന്ഥവരിയും നമുക്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഇവയും നമുക്ക് ഈ പേരുകളെല്ലാം പഠിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം മതിലകം ഗ്രന്ഥവരി തിരുവനന്തപുരത്തുള്ള രാജാക്കന്മാരെ കുറിച്ചും, കോഴിക്കോട് സാമൂതിരി മതിലകം എന്ന് പറയുന്നത് കോഴിക്കോടത്തെ സാമൂതിരി രാജാവിന്റെ അവരുടെ ചുറ്റുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥവരിയാണ് കേട്ടോ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊന്നാണ് പെരിയ വീട്ടുമുതലിയാർ രേഖകൾ എന്ന് പറയുന്നത്. ഈ രേഖയിൽ പറയുന്നത് തിരുമല നായിക്കിന്റെ 1634 തിരുവിതാംകൂർ ആക്രമണത്തെക്കുറിച്ച് പറയുന്ന ആദ്യ രേഖയാണ് പെരിയ വീട്ടുമുതലിയാർ രേഖകൾ എന്ന് പറയുന്നത്. ചേതമംഗലത്തുള്ള പാലിയം രേഖകളും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരു രേഖകൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വടക്കൻ പാട്ടുകള്, സിറിയൻ ക്രിസ്ത്യാനികളുടെ മാർഗംകളിപ്പാട്ട്, കല്യാണപ്പാട്ടുകള്, പള്ളിപ്പാട്ടുകള്, മാപ്പിളപ്പാട്ട് ഇവയെല്ലാം ചരിത്ര രചനയ്ക്ക് സഹായിക്കുന്നവയാണ്. ഇവയിലെല്ലാം തന്നെ പല ചരിത്രങ്ങളെക്കുറിച്ചുള്ള പാട്ടുകളും അല്ലെങ്കിൽ കൃതികളും ഒക്കെയാണ് ഉള്ളത്. 16-ാം നൂറ്റാണ്ടിൽ സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അറബി ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥം കേരളത്തിൽ പോർച്ചുഗീസുകാർ നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. 400-ന് മുകളിൽ വർഷത്തോളം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവരുടെ കാലഘട്ടത്തിൽ, അവർ കോളനിയാക്കിയിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ അവരുടെ പല ക്രൂരകൃത്യങ്ങളും നരനാട്ടുകളും എല്ലാം വിശദീകരിച്ച് പറയുന്ന ഒരു കൃതി കൂടിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ ഇസ്ലാം മതത്തിന്റെ ചരിത്രവും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി സമ്പ്രദായം, വസ്ത്രധാരണം, ഭക്ഷണ രീതികൾ, ദയാക്രമം, യുദ്ധം തുടങ്ങിയ കേരളീയ സാമൂഹ്യ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെയും ഈ കൃതിയിൽ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വരുന്നത് കേരള പരാമർശമുള്ള ആദ്യ സംസ്കൃത കൃതി ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുത്തരം വരുന്നത് ഐതിരേയ ആരണ്യകമാണ്. ഇനി രണ്ടാമത്തെ അതിനുത്തരം വരുന്നത് ഐതിരേയ ആരണ്യകമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി ഏതാണ്? നമ്മളവിടെ പറഞ്ഞല്ലോ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ചൂർണിയാർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ചൂർണിയാർ എന്ന് പറഞ്ഞാൽ പെരിയാറിനെയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്ന നദി. അടുത്ത ചോദ്യം, സ്ഥാണു രവിയുടെ 25-ാം ഭരണവർഷത്തിൽ ശങ്കരനാരായണൻ ലഭിച്ച കൃതിയുടെ പേരെന്താണ്? ലഘുഭാസ്കരീയമാണ് അതിനുത്തരം വരുന്നത്.
അടുത്ത ചോദ്യം നോക്കാം. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആരാണ്? ആരാണ് ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത്? ഇളവങ്കോടികളാണ് ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, മണിമേഖല എന്ന കൃതിയിൽ സൂചിപ്പിക്കുന്ന നഗരം ഏതാണ്? വഞ്ചിയാണ് അല്ലേ? വഞ്ചി ഏതായിരുന്നു? ചേര രാജാക്കന്മാരുടെ രാജധാനിയാണ് വഞ്ചി എന്ന നഗരം. അടുത്ത ചോദ്യം നോക്കാം. ചേരമാൻ പെരുമാൾ നായരുടെ ജീവിതകഥ പറയുന്ന ചൊക്കിയാരുടെ ഗ്രന്ഥം ഏതാണ്? പെരിയ പുരാണം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അടുത്ത ചോദ്യം നോക്കാം. മലയാളർ എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ട സന്ദേശ കാവ്യം ഏതാണ്? ഉണ്ണിയച്ചി ചരിതത്തിലാണ് മലയാളർ എന്നുള്ള ആ പരാമർശം ആദ്യമായി വന്നിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഉണ്ണീലി സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാക്കന്മാരുടെ പ്രദേശം ഏതാണ്? വേണാട് രാജാക്കന്മാരെ കുറിച്ചാണ് ഉണ്ണീലി സന്ദേശത്തിൽ പറയുന്നത്. അടുത്ത ചോദ്യം, കൊച്ചിയെ പറ്റി വിവരം നൽകുന്ന ഏത് ചമ്പുവിലാണ്? രാജരത്നാവിലായം ചമ്പുവിലാണ് കൊച്ചിയെ പറ്റി വിവരം നൽകുന്നത്. അടുത്ത ചോദ്യം, മധ്യകാല രാജവംശങ്ങളുടെ എഴുത്തുകൾക്ക് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഗ്രന്ഥവരികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.